ഹായ് ഹലോ അസ്സാം വലൈക്കും. കുറേ നാളുകളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് നല്ല ബിസി ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഒരു ചെറിയ ചെറിയ ക്ലിപ്പുകൾ എടുത്തു വെച്ചതായിരുന്നു. അത് നമുക്ക് ഒരു സ്കേർട്ടാണ് ഇപ്പോൾ തയ്ക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫുൾ ലെങ്ത്തിൽ ഉള്ളൊരു സ്കേർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് വരുന്നത് 30ആണ്. പാൻറ്റിൻ്റെ ലെങ്ത്ത് 30ആണ്. അപ്പോൾ നമ്മൾ സ്കേർട്ടിനും ആ ലെങ്ത്ത് തന്നെയാണ് എടുക്കുന്നത്. അതിൽ കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല. ഒരു 31, 32 ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുറച്ച് താഴോട്ടാണെങ്കിലും ഫുൾ ലെങ്ത്ത് ഉള്ളതാണ് വരുന്നത്. ഒരു നെറിവൊക്കെ ഉള്ളൊരു ടൈപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് അതിൽ നിന്ന് ഒരു 8 ഇഞ്ചാണ് ആ നെറിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി അത് നമ്മളെ ഇഷ്ടമാണ് കേട്ടോ. ഓരോരോ ആളുകൾക്ക് ഓരോരോ ഇഷ്ടമല്ല. അപ്പോൾ അതിനനുസരിച്ചാണ്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 30 - 8 അതിലോട്ട് 1 ഇഞ്ച് കൂട്ടും കൂടി ചെയ്യുന്നുണ്ട്. കാരണം 1/2 ഇഞ്ച് മുകളിലും 1/2 ഇഞ്ച് താഴോട്ടും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ പോവണം. ഇനി നമുക്ക് നെറിവിനുള്ളതാണ് വേണ്ടത്. താഴെയുള്ള നെറിവാണ് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റിൽ തംബ്നെയിലിൽ ഞാനിതിൻ്റെ ഫോട്ടോ കൊടുക്കുക. അപ്പോൾ മനസ്സിലാവും ഇത് ഏതാ മോഡൽ എന്നുള്ളത്. അപ്പോൾ താഴെയുള്ളതിന് നമുക്ക് ഒരു 8 ഇഞ്ചോ ആണോ അല്ലെങ്കിൽ 9 ഇഞ്ചോ നെറിവിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും 1/2 ഇഞ്ച് നമുക്ക് അവിടെ കൂട്ടി യോജിപ്പിക്കാനുള്ളതും, അങ്ങനെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം നമ്മുടെ എത്ര ലെങ്ത്താണോ വേണ്ടത് ആ ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് 2 പീസ് വേണ്ടി വരും കേട്ടോ. എങ്കിലേ നമുക്കത് ഫുള്ളായിട്ട് നെറിവ് ഇടാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന പീസ്, ഇത് 3 മീറ്ററാണ് തുണി എടുത്തിട്ടുള്ളത്. ആ 3 മീറ്ററും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു മിടിക്ക് വേണ്ടിയിട്ട് ഇത് ഒരുപോലെ ഉള്ള ഒരു പാറ്റേണാണ് നമുക്ക് അടിക്കാനുള്ളത്. നമുക്ക് കല്യാണത്തിൻ്റെ വർക്കൊക്കെ വരുമ്പോൾ ഒരേ കാറ്റലോഗിൽ നമുക്ക് അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്കേർട്ടിൻ്റെ ഒരു ഹാഫ് പരിപാടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിൽ അതിൻ്റെ ലെങ്ത്ത് അത് ഫുൾ ലെങ്ത്ത് തന്നെ കൊടുത്തോളൂ. അതിൽ നമുക്ക് 30 ഇഞ്ചാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ 1 ഇഞ്ച് കുറച്ചിട്ടോ അല്ലെങ്കിൽ 2 ഇഞ്ച് കുറച്ചിട്ടൊക്കെ കൊടുത്താൽ മതി ലൈനിങ്. ഇനി 4 ഇഞ്ച് വരെ കുറച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ലെങ്ത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്കൊരു 2-2.5 ഇഞ്ച് നമുക്ക് വിടുത്ത് 2.5 ഇഞ്ച് നമുക്ക് തുണി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തുണി ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്കേർട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ഫ്ലെയർ കിട്ടും. അപ്പോൾ എത്രയാണോ തുണി നിങ്ങൾ എടുക്കുന്നത് 2 മീറ്റർ ആയാലും മതി കേട്ടോ ലൈനിങ്ങിന്. അപ്പോൾ അത്രയും എടുത്തിട്ട് നമ്മളത് ഫുള്ളായിട്ട് നമ്മളിതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫുൾ ലെങ്ത്ത് നമുക്ക് എടുത്താൽ മതി, ബാക്കി മറ്റേത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ അരവണ്ണത്തിന് ഒരു പീസ് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അതായത് അലാസ്റ്റിക്കാണ് ഈ മിടിക്ക് വരുന്നത്. അപ്പോൾ അലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് 4.5 ഇഞ്ച് വിടുത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഹിപ്പ് പ്ലസ് 3 ഇഞ്ച്, ഹിപ്പ് പ്ലസ് 3 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് അത്രയും മതി കേട്ടോ. അതിലേറെ കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു അരവണ്ണത്തിൻ്റെ ഇത് നമുക്ക് ലൈനിങ് പീസും നല്ല പീസും കൂടെ വെച്ചിട്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ്. അല്ലെങ്കിൽ ഫസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മളത് മടക്കി അടിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിൻ ചെയ്തിട്ട് ലൈനിങ്ങും പീസും ഇതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡും താഴെയും മുകൾ ഭാഗവും നമ്മൾ ഒരുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു വലിയ സ്റ്റിച്ചിലൊരു സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇനി ഫസ്റ്റ് നമുക്ക് വേണ്ടത് നല്ല ലെങ്ത്തിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തില്ലേ, അത് നെറിവ് വെച്ചിട്ട് ഫസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഈ അരവണ്ണത്തിൻ്റെ നമ്മളെ ഹിപ്പിൻ്റെ അളവിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു പീസിലോട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് നെറിവിട്ട് ഇങ്ങനെ കൊടുക്കുക. നെറിവ് നമുക്ക് 1/2 ഇഞ്ചിൽ നെറിവ് കൊടുക്കാം, 1 ഇഞ്ചിൻ്റെ നെറിവ് കൊടുക്കാം, 1.5 ഇഞ്ചിൻ്റെ നെറിവ് കൊടുക്കാം. എപ്പോഴും ഭംഗി ഉണ്ടാവുന്നത് ചെറിയ നെറിവ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പക്ഷേ ഒരു 1/4 ഇഞ്ചിൻ്റെ അങ്ങനെയല്ല, ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചിൻ്റെ നെറിവ് ഇങ്ങനെ നെറിവായിട്ട് തന്നെ കൊടുക്കുക. ആ നെറിവ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് റൗണ്ട് പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് നമുക്ക് ഇങ്ങനൊരു മോഡലാക്കിയിട്ട് നെറിവായിട്ട് കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കണു. മനസ്സിലായിട്ടില്ലെങ്കിൽ ചെയ്യണതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മൾ തിരക്കിനിടയിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വർക്കൊക്കെ വരുമ്പോൾ വെറുതെ അവിടെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് അതങ്ങനെ പോകുന്നതാണ്. നമ്മൾ
പിന്നെ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ക്ലിപ്പാണ് അവിടെ കിട്ടിയിട്ടുള്ളത്, എന്തൊക്കെയാണ് ഉള്ളതൊന്നും അറിയില്ല. നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയുള്ളൂ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവരും ശ്രമിക്കുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കാണുന്ന വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ അമർത്തിയിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അപ്പോൾ ഇത് നമ്മൾ നിറവിട്ടിട്ട് നമ്മുടെ ആ ഒരു അരവണ്ണത്തിൻ്റെ ആ ഒരു ഭാഗം കഴിയുന്നത് വരെ നമ്മളിത് നിറവിട്ട് അങ്ങ് പോവുകയാണ്. നമ്മളിപ്പോൾ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്യണില്ല, ഇപ്പം നല്ല പീസ് മാത്രം നമ്മൾ അറ്റാച്ച് ചെയ്യണുള്ളൂ. ഇത് ഞാൻ ചീത്ത വശത്താണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല തുണിയുടെ നല്ല വശവും അരവണ്ണത്തിൻ്റെ നല്ല വശവും ഒപ്പം വെച്ചിട്ട് ചീത്ത വശത്താണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്കേർട്ടിൻ്റെ മുകൾ ഭാഗം വരുന്നത്. പിന്നെ കഴിയണതും ഒരുപോലെ നിറവ് ഒരേ അളവിൽ തന്നെ വരാൻ ശ്രമിക്കുക. പിന്നെ വന്നില്ല എന്ന് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുകയാണെങ്കിൽ വരണമെന്നില്ല. പക്ഷെ വന്നില്ല എന്ന് വെച്ചിട്ട് വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ അലാസ്റ്റിക്കാണ് വെക്കാൻ പോകുന്നത്. അലാസ്റ്റിക് വെക്കുമ്പോൾ അതങ്ങനെ ചുരുങ്ങി നിൽക്കും. അപ്പോൾ അതിൻ്റെ യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഫൂട്ട് മാറ്റുന്നത് താഴെ ഭാഗത്ത് നമുക്ക് വേറൊരു നിറവ് വരുന്നുണ്ട്. അപ്പോൾ അതിന് ചെറിയ നിറവാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒന്നെങ്കിൽ നമുക്ക് വലിയ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു നൂല് രണ്ട് സൈഡും പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നിറവ് കിട്ടും. അതല്ലെങ്കിൽ ഈ ഒരു പ്രഷർ ഫൂട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഗാദറിങ് ഫൂട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം. വലിയ സ്റ്റിച്ച് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ടൈം നമുക്ക് പോകും, വേസ്റ്റ് ആവും. അപ്പോൾ ഈ ഒരു ഗാദറിങ് ഫൂട്ട് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഴിയുന്നതും ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വലിയ വിലയൊന്നുമില്ല, നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ വലിയ സ്റ്റിച്ചിലാണ് നമ്മളത് ചെയ്യേണ്ടത് കേട്ടോ. വലിയ സ്റ്റിച്ച് ഒരു 5 ഇഞ്ചിലൊക്കെ കൊടുക്കേണ്ടി വരും. എന്നിട്ടാണ് നമ്മൾ അത് ഫൂട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഇനി നമ്മൾ കൊടുത്ത ആ ഒരു നിറവ് നമുക്ക് ആ വലിയ നല്ല പീസിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണം താഴെ ഭാഗത്ത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഗാദറിങ് ഫൂട്ട് നമുക്ക് മാറ്റിയിട്ട് സാധാ ഫൂട്ട് നമുക്ക് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് വരാം. പിന്നെ ഈ ഒരു സ്കേർട്ട് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നല്ല ഭംഗിയും എന്നാൽ തയ്ക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് താഴത്തെ ഒരു നിറവ് വരണത്. ഇനിയാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്. 2 നിറവും ഇട്ട് അതിന് ജോയിൻ ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു വൃത്തിയിൽ തന്നെ നമുക്ക് ബാക്ക് നോക്കിയാലും കാണാൻ പറ്റുന്നത് വൃത്തിയിൽ തന്നെ ആയിരിക്കും. നമ്മുടെ ഒരു തയ്യൽ തുമ്പൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ വെക്കുന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കാണാൻ പറ്റില്ല. അധികം ആളുകളും ആദ്യം നിറവിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ലൈനിങ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈനിങ് പീസ് വെക്കുന്നതോട് കൂടി നമ്മുടെ തയ്യൽ തുമ്പും അവിടെ മറഞ്ഞു പോകും. അപ്പോൾ ഉൾഭാഗം നോക്കുമ്പോഴും നമുക്ക് ആ ഒരു നൂലും കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ലൈനിങ് പീസ് നിറവ് കൊടുക്കുമ്പോൾ ആ ചെറിയ നിറവൊന്നും കൊടുക്കാതെ വലിയ വലിയ നിറവാക്കിയിട്ട് നമ്മൾ അതിനുള്ളിലോട്ട് തിരുകി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വലിയ അതുപോലെയുള്ള നിറവാണ് കൊടുക്കുന്നത് കേട്ടോ. അത്രയും വീതിയുള്ള നിറവാണ് കൊടുക്കുന്നത്. ഒരേ അളവ് തന്നെ എല്ലാ നിറവിനും വേണം എന്നൊരു നിർബന്ധമില്ല. അത് കാണത്തില്ല, അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ളിലോട്ട് എത്രയാണോ നമ്മൾ ലൈനിങ് പീസ് എടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് അതിലോട്ട് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഫ്ലെയർ കിട്ടും. കുട്ടികൾക്കാവുമ്പോൾ ഒന്ന് ഫ്ലെയർ ആയിട്ടൊന്ന് വിരുന്ന് നിൽക്കാനും നല്ല വൃത്തിയിൽ കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വലിയ ഒരു നിറവാക്കിയിട്ടാണ് ലൈനിങ് പീസ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ലൈനിങ് പീസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഉൾഭാഗവും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ആവുമ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ താഴെ ഒരു നെറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നും കൂടി നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അത് താഴെ മാത്രം ആ ഒരു ഇതിൽ ഫ്ലെയറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് ആ ഒരു നെറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഒരു നിർബന്ധമില്ല ആ നെറ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പം നമുക്ക് എത്രയാണോ നമ്മുടെ ആ ഒരു താഴെയുള്ള നെറിവ്, ആ നെറിവിനേക്കാളും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് ചെറിയ പീസ് മാത്രം മതി നെറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു നിർബന്ധമില്ല, വീണ്ടും പറയാണ്. നമുക്ക് കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടും ഇടുമ്പോൾ കുട്ടികൾക്ക് ഒന്നിങ്ങനെ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ഒരു നെറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. അത് നമ്മുടെ ചോയ്സാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ അലാസ്റ്റിക് വെക്കേണ്ടതുണ്ട്. അത് നമ്മൾ പാൻറ്റിൽ വെക്കുന്ന പോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ ഈസിയാണ്. അത് രണ്ട് സൈഡല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ജോയിൻ ചെയ്തു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.